ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യനായകനായി വെങ്കി അട്ലൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഇന്ന് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. ചിത്രത്തിൽ മമിത ബൈജു, രാധിക ശരത് കുമാർ എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്ര തെലങ്കാനയിലും എല്ലാം തന്നെ ആദ്യ ദിവസം ഗംഭീര കളക്ഷനും ബുക്കിംഗുമാണ് നേടിയെടുത്തിരിക്കുന്നത്. മണിക്കൂറിൽ 30,000 32,000 ടിക്കറ്റ് വരെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് 1.5 കോടിക്ക് മുകളിലാണ്. തമിഴ്നാട്ടിൽ 6.5-7 കോടി റേഞ്ചിൽ ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആന്ധ്ര തെലങ്കാനയിൽ പ്രതീക്ഷിക്കുന്നത് 8 കോടി റേഞ്ചിലാണ്. ഇന്ത്യൻ ഓപ്പണിംഗ് ആയി 20-22 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ആയി 30 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ബിസിനസ്സിലൂടെ തന്നെ നേരത്തെ ലാഭം കൊയ്തിരുന്നു. നാളെ ശനിയാഴ്ചയും ഗംഭീര ബുക്കിംഗാണ് ഈ സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വന്ന കണക്കനുസരിച്ച് നാളെ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 10 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. നിതിൻ കക്കർ സംവിധാനം ചെയ്ത് ഇന്ന് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച എത്തിയിലെത്തിയ ബോളിവുഡ് സിനിമയാണ് അവരവൻ 2. ഇമ്രാൻ ഹാഷ്മി, ദിഷ പട്ടാണി, ഷബാന ആസ്മി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ബുക്ക് മൈ ഷോയിൽ ഗംഭീര ബുക്കിംഗ്, അതായത് മണിക്കൂറിൽ 28,000 30,000 ടിക്കറ്റുകൾ വരെ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് ഇന്ന് ഇന്ത്യൻ ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 27 കോടി റേഞ്ചിലാണ്. വേൾഡ് വൈഡ് ഗ്രോസ് 35 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഗംഭീര തുടക്കമാണ് സിനിമ നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മിക്സഡ് അഭിപ്രായം നേടുന്ന ബോളിവുഡ് സിനിമയാണ് ബട്ട്വാര 1947. രാജ്കുമാർ സന്തോഷ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സണ്ണി ഡിയോൾ, പ്രീതി സിൻഡ, ഷബാന ആസ്മി, കരൺ ഡിയോൾ, അലി ഫസൽ എന്നിങ്ങനെ നല്ലൊരു താരനിര അണിനിരന്നിട്ടുണ്ട്. സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസുമായി ബന്ധപ്പെട്ട ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 8-8.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് പ്രതീക്ഷിച്ച ഒരു കളക്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 7 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് DC. ലോകേഷ് കനകരാജ് നായകനായി അരുൺ മാതേശ്വരൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വാമിക ഗബ്ബി, സഞ്ജന കൃഷ്ണമൂർത്തി എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട മറ്റ് താരങ്ങൾ. ഈ സിനിമ 7-ാം ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ 1,40,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 11,49,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 7 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് 47,77,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് 68,19,00,000 രൂപയുമായിരുന്നു. ഇനി 8-ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 1,20,00,000 റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 12,70,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. DCയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 72.5-73 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. വിസ്മയ മോഹൻലാൽ നായികയായി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 7 തിയേറ്ററിലെത്തി നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് തുടക്കം. ഈ സിനിമ 7-ാം ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ 93 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 7 ദിവസം കൊണ്ട് 16,60,00,000 രൂപയാണ് കേരള കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസായി 7 ദിവസം കൊണ്ട് 32 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിരുന്നു. ഇനി സിനിമയുടെ 8-ാം ദിവസമായ വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 1,05,00,000 റേഞ്ചിലാണ്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 17,65,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. 8 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 33,50,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് കൊറിയൻ കനകരാജു. മെർലാപക ഗാന്ധി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നാനി, വരുൺ തേജ, ഋതിക നായക്, VTV ഗണേഷ്, സുനിൽ എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ 7-ാം ദിവസമായ വ്യാഴാഴ്ച ഇന്ത്യൻ ഗ്രോസായി 1,64,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 7 ദിവസം കൊണ്ട് ഇന്ത്യയിൽ 24,51,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി സ്വന്തമാക്കിയിരിക്കുന്നത് 29,84,00,000 രൂപയുമാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ഹോളിവുഡ് സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 27 ലക്ഷം രൂപയാണ്. അങ്ങനെ 15 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ 36,14,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 15 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി 3D എക്സ്പെൻസ് ഉൾപ്പെടെ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 599,71,00,000 രൂപയാണ്. 3D എക്സ്പെൻസ് ഒഴിവാക്കി 537,41,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഷെയറായി സിനിമയ്ക്ക് 15 ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്നത് 240,80,00,000 രൂപയുമാണ്. 15 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തത് 17,300 കോടി രൂപയുമാണ്. 16-ാം ദിവസം എന്ന വെള്ളിയാഴ്ചയോടെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് 610 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.